ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളും മറ്റ് 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര പ്രദേശങ്ങളിലെയും വിവിധ മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ പരസ്യപ്രചാരണം അവസാനിച്ച ഇവിടങ്ങളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം നടക്കും. തമിഴ്നാട്ടിലെ 39 സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ചെന്നൈ നോർത്ത് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ജനവിധി തേടുന്നത് 1625 സ്ഥാനാർത്ഥികളാണ്. 950 സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സര രംഗത്തുണ്ട്. 102 മണ്ഡലങ്ങളിലെ ജനവിധിയിൽ പ്രതീക്ഷയർപ്പിച്ചാണ് NDAയും ഇന്ത്യ സഖ്യവും മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ തവണ നേരിയ ജനാധിപത്യം ലഭിച്ചത് NDAയ്ക്കാണ്. 2019 കണക്ക് പ്രകാരം NDAയ്ക്ക് 51 സീറ്റും ഇന്ത്യ സഖ്യം പാർട്ടികൾക്ക് 48 സീറ്റുമായിരുന്നു. തുടർഭരണം ലക്ഷ്യമിടുന്ന NDAയ്ക്ക് ഈ സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടതുണ്ട്. മറിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൂടെ കൂടുതൽ സീറ്റുകളാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുന്നത്. ഒന്നാം ഘട്ടത്തിലെ 2 പ്രധാന സംസ്ഥാനങ്ങൾ തമിഴ്നാടും രാജസ്ഥാനുമാണ്. ആകെ 102 സീറ്റുകളിൽ 39 എണ്ണവും തമിഴ്നാട്ടിലാണെന്നത് ഇന്ത്യ സഖ്യത്തിനു അനുകൂലമാണ്. സംസ്ഥാനത്തെ സീറ്റുകൾ തൂത്തുവാരാമെന്ന ആത്മവിശ്വാസത്തിലാണ് DMK സഖ്യം. കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും മുസ്ലിം ലീഗിനുമൊപ്പമുള്ള മുന്നണിയിലൂടെ 39 സീറ്റും തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് സ്റ്റാലിനും സംഘവും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചെന്നൈയിലും ഉദയനിധി സ്റ്റാലിനും കോയമ്പത്തൂരിലും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കൊങ്കുനാട്ടിലും ഇന്നലെ കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നു. BJP അധ്യക്ഷൻ K അണ്ണാമലൈ കോയമ്പത്തൂരിലാണ് റോഡ് ഷോ നടത്തിയത്. എടപ്പാടി പളനിസ്വാമി സേലത്തും പ്രചാരണം നയിച്ചു. രാജസ്ഥാനിലെ 12 സീറ്റുകളിലാണ് ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. BJP ബന്ധം ഉപേക്ഷിച്ച RLDP നേതാവ് ഹനുമാൻ ബനിവാൾ 2019 വിജയിച്ച നഗൌറും CPMന് വിട്ടുകൊടുത്ത സീക്കറിലും ഇന്ത്യ സഖ്യത്തിന് ഇവിടെ പ്രതീക്ഷയുണ്ട്. പശ്ചിമ ബംഗാൾ, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, അസം, ബീഹാർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുക. നിതിൻ ഗഡ്കരി, ചിരാഗ് പാസ്വാൻ, നകുൽനാഥ്, K അണ്ണാമലൈ, കനിമൊഴി, കരുണാനിധി, ജിതിൻ പ്രസാദ, തമിഴ്സൈ സൗന്ദരരാജൻ തുടങ്ങിയവരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രധാന നേതാക്കൾ. കേരളം രണ്ടാം ഘട്ടത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19-നും, രണ്ടാം ഘട്ടം ഏപ്രിൽ 26-നും, മൂന്നാം ഘട്ടം മെയ് 7-നും, നാലാം ഘട്ടം മെയ് 13-നും, അഞ്ചാം ഘട്ടം മെയ് 20-നും, ആറാം ഘട്ടം മെയ് 25-നും, ഏഴാം ഘട്ടവും നടക്കും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക.